ഹലോ ഫ്രണ്ട്സ്, ടെക് ആൻഡ് ടിപ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഫോട്ടോഷോപ്പിലെ ഫ്രീ ട്രാൻസ്ഫോം എന്ന ഓപ്ഷനെ കുറിച്ചാണ്. അതിനു വേണ്ടിയിട്ട് ഫോട്ടോഷോപ്പിൽ ഒരു ന്യൂ ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്യാം പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഫയൽ മെനുവിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ന്യൂ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ പേജ് വേണ്ടത്, ഏത് സൈസുള്ള പേജാണോ വേണ്ടത് അത് സെലക്ട് ചെയ്തിട്ട് ഓക്കെ അടിക്കുക. ഓക്കെ, ഞാനിവിടെ ഒരു ഒബ്ജക്റ്റ് വരയ്ക്കുക കേട്ടോ. ജസ്റ്റ് ഒരു ഒബ്ജക്റ്റ് വരയ്ക്കുക. ഒബ്ജക്റ്റ് വരയ്ക്കുന്നതിന് മുൻപ് ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യണം. അതിനു വേണ്ടി ലെയർ ബോക്സിൽ തൊട്ട് താഴെ ക്രിയേറ്റ് ന്യൂ ലെയർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് റെക്ടാംഗിൾ മാർക്കിനുള്ള സെലക്ട് ചെയ്തിട്ട് ഒരു ബോക്സ് വരയ്ക്കുക. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഒരു ബോക്സ് വരയ്ക്കുക. ഈ ബോക്സിലോട്ട് കളർ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർഗ്രൗണ്ട് കളർ ഓൾട്ട് ബാക്ക് സ്പേസ് അടിച്ച് ഫില്ല് ചെയ്യുക. സെലക്ഷൻ ഒഴിവാക്കാൻ സെലക്ട് മെനുവിൽ ഡീസെലക്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. സെലക്ഷൻ ഒഴിവായിട്ടുണ്ട്. ഓക്കെ, നമ്മളിന്ന് പറയാൻ പോകുന്നത് ഫ്രീ ട്രാൻസ്ഫോം എന്നുള്ള ഓപ്ഷനാണ്. ഫ്രീ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഒബ്ജക്റ്റ്, ഓക്കെ, ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ്, അതിൻ്റെയൊക്കെ ഒരു വിഡ്ത്തും ഹൈറ്റും കൂട്ടാനും കുറക്കാനും അതിനെ റൊട്ടേറ്റ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യുന്ന ഓപ്ഷനാണ് ഫ്രീ ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഒബ്ജക്റ്റ്, ഇനി ഒരു ഇമേജും കൂടി ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കട്ടോ. ഫോട്ടോഷോപ്പിൽ ഒരു ഇമേജും കൂടി ഒബ്ജക്റ്റ് വരച്ചു, ഒരു ഇമേജും കൂടി ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഫയലിൽ ഓപ്പൺ എന്നുള്ള ഓപ്ഷനാണ് ഇമേജ് ഓപ്പൺ ആക്കാൻ ഫോട്ടോഷോപ്പിൽ യൂസ് ചെയ്യുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ കൺട്രോൾ ഓൺ ഷോർട്ട് കട്ട് കീ ഫയലിൽ ഓപ്പൺ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഒരു ഇമേജ് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇമേജ് സെലക്ട് ചെയ്തിട്ട് ഓപ്പൺ എന്ന് കൊടുക്കുക. അപ്പോൾ ഫോട്ടോഷോപ്പിൽ ഇമേജ് ഓപ്പൺ ആവുന്നതാണ്. ഈ കാണുന്നതാണ് ഇവിടെ ഇമേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഈ ഓപ്ഷൻ ബാറിനോട് അറ്റാച്ച് ചെയ്ത രീതിയിലാണ് ഉള്ളത്. സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഇമേജിൽ ടൈറ്റിൽ ബാറിൽ വെച്ച് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യുക. ഓക്കെ, സെപ്പറേറ്റ് കിട്ടിയ ഇമേജ്. എന്നിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ പേജിലോട്ട് ഈ ഒരു ഇമേജ് ഡ്രാഗ് ചെയ്തിടുക. മൂവ് സെലക്ട് ചെയ്തിട്ടുണ്ട്. മൂവ് കൊണ്ടാണ് ഒരു ഇമേജ് ഡ്രാഗ് ചെയ്യാനൊക്കെ പറ്റുന്നത്. ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്തുകൊണ്ട് പേജിലോട്ട് ഡ്രാഗ് ചെയ്തിട്ടു കിട്ടും. ഓക്കെ, ഇനി ഒരു ഇമേജ് ആവശ്യമില്ല, ജസ്റ്റ് ക്ലോസ് ചെയ്യുക. ഈ ഇമേജ് ക്ലോസ് ചെയ്യുക. ചെറുതായിട്ടാണുള്ളത് ഈ ഇമേജ്. ഒരു പേജിലോട്ട് ഡ്രാഗ് ചെയ്തപ്പോൾ ഇമേജ് ചെറിയ സൈസാണുള്ളത്. എനിക്ക് ഈ ഒരു ഇമേജിന്റെ സൈസ് കൂട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഫ്രീ ട്രാൻസ്ഫോം എന്നുള്ള ഓപ്ഷനാണ് യൂസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഇമേജിന്റെ ലെയറാണ് ഇപ്പോൾ സെലക്ട് ആയിട്ടുള്ളത്. നമ്മളൊരു പേജിലോട്ട് ഒരു ഇമേജ് കൊണ്ടുവരുമ്പോൾ ഓൾറെഡി ഓട്ടോമാറ്റിക് ലെയർ ക്രിയേറ്റ് ആവും. നമ്മൾ ലെയർ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ലെയർ ക്രിയേറ്റ് ആവുന്നതാണ്. ഓക്കെ, ഈ ഒരു ഇമേജിന്റെ സൈസ് കൂട്ടണം എന്നുണ്ടെങ്കിൽ എഡിറ്റ് മെനുവിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ഫ്രീ ട്രാൻസ്ഫോം എന്നുള്ള ഓപ്ഷനാണ് യൂസ് ചെയ്യുന്നത്. കൺട്രോൾ ടി ആണ് കീബോർഡിൽ ഷോർട്ട് കട്ട് കീ ഫ്രീ ട്രാൻസ്ഫോമിന്റെ. അതിൽ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇമേജിന് ചുറ്റും കണ്ടില്ലേ ഒരു ബൗണ്ടിങ് ബോക്സ് ഉണ്ട്. ഞാൻ കാണാൻ വേണ്ടി സൂം ചെയ്ത് കാണിച്ചു തരാം. ഫോട്ടോഷോപ്പിൽ സൂം ഇൻ ചെയ്യാൻ കൺട്രോൾ പ്ലസ് ആണ് ഷോർട്ട് കട്ട് കീ. സൂം ഇൻ ചെയ്തു. എന്നിട്ട് ഈ പേജ് ഹാൻഡ് ടൂൾ യൂസ് ചെയ്തിട്ട് പേജ് ഒന്ന് മൂവ് ചെയ്യാം. കീബോർഡിൽ സ്പേസ് ബാർ നിൽക്കിയ ഒരു കൈ ഇങ്ങനെ വരും. ഇതിനാണ് ഹാൻഡ് ടൂൾ എന്ന് പറയാം. ഫോട്ടോഷോപ്പിൽ ഇതിനൊരു ടൂൾ തന്നെ ഉണ്ട് ഇവിടെ, ഹാൻഡ് ടൂൾ എന്ന് പറയുന്നത്. ഒന്നുകിൽ അതിൽ ക്ലിക്ക് ചെയ്തെടുക്കാം, അല്ല എന്നുണ്ടെങ്കിൽ സ്പേസ് ബാർ നിൽക്കിയ പേജ് ഒന്നും നീക്കുക. ഓക്കെ, മൂവ് ചെയ്യാം. ഈ കാണുന്നതാണ് ബൗണ്ടിങ് ബോക്സ്. ഈ ഒബ്ജക്റ്റിന് ഈ ഒരു ഇമേജിന് ചുറ്റും എന്തുണ്ട്? ഒരു സെലക്ഷൻ ഉണ്ട്, ഒരു പോയിന്റ്. ഈ കാണുന്ന അതിന് പറയുന്ന പേരാണ് ബൗണ്ടിങ് ബോക്സ് എന്ന് പറയാം. ഓക്കെ, ഈ സെൻട്രലായിട്ടൊരു പോയിന്റ് ഉണ്ട് ഈ ഒരു ഇമേജിന്. കണ്ടില്ലേ, ഈ ബൗണ്ടിങ് ബോക്സിന് ചുറ്റും ഒരു പോയിന്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ ഒരു പോയിന്റ് ഉണ്ട്. ഈ പോയിന്റിനാണ് പിവേർഡ് പോയിന്റ് എന്ന് പറയാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ ഈ ഒരു പിവേർഡ് പോയിന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഈ ഒരു ഇമേജിന്റെ ഒബ്ജക്റ്റിന്റെ സെൻട്രലാണ് ഇത് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു ഒബ്ജക്റ്റിന്റെ സൈസ് കൂട്ടുന്നതും കുറക്കുന്നതും റൊട്ടേറ്റ് ചെയ്യുന്നതൊക്കെ. ഓക്കെ, ഈ ഒരു ഒബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ ഇമേജിന്റെ സൈസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. ഇമേജിന്റെ സൈസ് കൂട്ടാനും കുറക്കാനും പറ്റും നിങ്ങൾക്ക്. ഓക്കെ, ഇമേജിന്റെ ഇങ്ങനെ ഈ ഒരു പ്രൊപ്പോർഷനാലിറ്റിയിലല്ലാതെ രീതിയിൽ അൺസൈസ് ആയിക്കുന്ന സൈസ് കൂട്ടുമ്പോൾ ഇമേജിന്റെ ഷേപ്പ് ചെറുതായിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട് ഇല്ലേ? ഈ ഒരു ഇമേജിന്റെ ഹൈറ്റ് കൂട്ടണമെങ്കിൽ കൂട്ടാം, വിഡ്ത്ത് ഹൈറ്റ് ഒക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. അതിനൊക്കെ ഫ്രീ ട്രാൻസ്ഫോം യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഈ ഇമേജ് സൈസ് കൂട്ടുമ്പോൾ 4 സൈഡും ഒരുമിച്ച് സൈസ്
കൂടണം എന്നുണ്ടെങ്കിൽ കീബോർഡിൽ ഷിഫ്റ്റും ഓൾട്ടും പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഒരു കോർണറിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാം. അപ്പോൾ പ്രൊപ്പോർഷണാലിറ്റിയിൽ സൈസ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അപ്പോൾ ഇമേജിന്റെ ഷേപ്പ് ഒന്നും ചേഞ്ച് ആവില്ല. ഇത് ജസ്റ്റ് ഒരു ഇമേജിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തതിന്റെ ഹൈറ്റോടെ കൂട്ടിയ ഇമേജിന്റെ ഷേപ്പ് ചേഞ്ച് ആവുന്നുണ്ട്. അങ്ങനെ ചെയ്യരുത്. ഓക്കെ, പ്രൊപ്പോർഷണാലിറ്റിയിലാണ് ഇമേജും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സൈസ് കൂട്ടേണ്ടത്. ഷിഫ്റ്റ് ഓൾട്ടും പ്രസ് ചെയ്യുക, എന്നിട്ട് സൈസ് കൂട്ടുക. ഓക്കെ, ഒബ്ജക്റ്റിന്റെ കേസാണ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. സൈസ് കൂട്ടണമെങ്കിൽ സൈസ് കൂട്ടുക കേട്ടോ. ഇനി സൂം ഔട്ട് ചെയ്യുക, കൺട്രോൾ മൈനസ് അടിച്ച് സൂം ഔട്ട് ചെയ്യുക. എന്നിട്ട് ഷിഫ്റ്റ് ഓൾട്ടും പ്രസ് ചെയ്തിട്ട് ഈ ഒരു ഇമേജിന്റെ സൈസ് കൂട്ടുക. ഓക്കെ, ഇമേജിന്റെ സൈസ് ഇങ്ങനെ കൂട്ടുമ്പോൾ ഇമേജ് ക്ലിയർ ഇല്ലാത്ത പോലെ ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, ഇത് ഫ്രീ ട്രാൻസ്ഫോം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലാണ് ഇമേജ് ക്ലിയർ ഉണ്ടാവുള്ളൂ. ഈ ഒരു സെലക്ഷൻ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ക്ലിയർ ഇല്ലാത്ത പോലെ കാണുന്നത്. ജസ്റ്റ് ഈ ഫ്രീ ട്രാൻസ്ഫോം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ഒരു ഇമേജിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഫ്രീ ട്രാൻസ്ഫോം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ എസ്കേപ്പ് കീ അടിക്കുക കീബോർഡിൽ, അല്ലെങ്കിൽ ഈ ഒരു ക്യാൻസൽ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താലും മതി. ഫ്രീ ട്രാൻസ്ഫോം നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ സൈസ് കൂടിയ രീതിയിൽ ഈ ഒരു ഇമേജിന്റെ സൈസ് കൂട്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ഈ ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്യുക, അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇമേജിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, മൗസിൽ ലെഫ്റ്റ് ബട്ടൺ ഡബിൾ ക്ലിക്ക് ചെയ്യുക, അല്ല എന്നുണ്ടെങ്കിൽ കീബോർഡിൽ എൻ്റർ കീ പ്രസ് ചെയ്യുക. ഏതാണോ ഈസി ആയിട്ടുള്ളത് അങ്ങനെ ചെയ്യുക. ഓക്കെ, ഞാൻ ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്തു, അപ്ലൈ ചെയ്തു ഫ്രീ ട്രാൻസ്ഫോം. അപ്പോൾ ഈ സെലക്ഷൻ പോയി. ഓക്കെ, ഇനി വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. ഫ്രീ ട്രാൻസ്ഫോം കൺട്രോൾ ടി അടിച്ചാൽ മതി. ഈ ഒബ്ജക്റ്റിലാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ കൺട്രോൾ ടി അടിക്കുക, അല്ലെങ്കിൽ എഡിറ്റിൽ ഫ്രീ ട്രാൻസ്ഫോമിൽ ക്ലിക്ക് ചെയ്താലും മതി. ഒബ്ജക്റ്റിന്റെ സൈസ് കൂട്ടണം, വൃത്തുമായിട്ടും കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്താൽ മതി. ഒബ്ജക്റ്റിന്റെ കേസ് ആകുമ്പോൾ ഷേപ്പ് ചേഞ്ച് ചെയ്യേണ്ട പ്രശ്നമില്ല. ഇമേജിലാകുമ്പോഴാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഫിക്സ്ഡ് ആയിട്ടുള്ള വൃത്തുമായിട്ടും കൊടുക്കാത്ത രീതിയിൽ ചെയ്യുമ്പോൾ ഷേപ്പ് ചേഞ്ച് ആവുന്നത്. ഓക്കെ, ഒബ്ജക്റ്റിന്റെ കേസിൽ ആ പ്രശ്നമില്ല. ഓക്കെ, ഫ്രീ ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യാം. ഈ ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സെലക്ഷൻ്റെ ഉള്ളിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഈ ഒരു ഇമേജ് റൊട്ടേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കൺട്രോൾ ടി അടിക്കുക, അല്ല എന്നുണ്ടെങ്കിൽ എഡിറ്റിൽ ഫ്രീ ട്രാൻസ്ഫോം എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഈ ബൗണ്ടിംഗ് ബോക്സ് ഈ കാണുന്ന ബൗണ്ടിംഗ് ബോക്സിന് തൊട്ട് മുകളിലായിട്ട് മൗസിന്റെ കേഴ്സർ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഒരു റൊട്ടേഷന്റെ ഓപ്ഷൻ ഉണ്ടാവും. അതാണ് റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷന്. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മുകളിലോട്ടോ താഴോട്ടോ എങ്ങോട്ടാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാവുന്നതാണ്. ഇത്ര ഒരു ഡിഗ്രിയിൽ വേണമെന്നുണ്ടെങ്കിൽ റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്ത് അപ്ലൈ കൊടുക്കുക ഫ്രീ ട്രാൻസ്ഫോം. അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ആംഗിളിന്റെ ബേസിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആംഗിൾ ഉണ്ട്. എത്ര ആംഗിളാണ് നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്യേണ്ടത് ഈ ഒരു ഇമേജ് എന്നുള്ളത് ഇവിടെ അടിച്ചു കൊടുക്കുക. 60 ആണെങ്കിൽ 60 കൊടുക്കുക. എത്ര ഡിഗ്രിയാണ് വേണ്ടത് വെച്ചാൽ ഇവിടെ അടിച്ചു കൊടുത്തുകൊണ്ട് എൻ്റർ കീ പ്രസ് ചെയ്താൽ അപ്ലൈ ആവുന്നതാണ്. ഓക്കെ, അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. ഇനി വേണ്ട തൊട്ട് ബാക്ക് അടിക്കട്ടെ. കൺട്രോൾ സെറ്റ് അടിച്ചാൽ തൊട്ട് ബാക്കോട്ട് പോകും. ഒരുപാട് തവണ ബാക്കോട്ട് പോകാൻ, ഒന്നിൽ കൂടുതൽ തവണ ബാക്കോട്ട് പോകാൻ കൺട്രോൾ ഓൾട്ട് സെറ്റ് അടിക്കുക. ഓക്കെ, അടിച്ചു. അങ്ങനെ ചെയ്യാവുന്നതാണ്. കൺട്രോൾ ടി അടിക്കുക, ഫ്രീ ട്രാൻസ്ഫോം. ഓക്കെ, ഈ ഒരു ഇമേജ് ഞങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുമ്പോൾ ഇവിടെ XY ആക്സിസ് ഉണ്ട്. എക്സ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണൽ, വൈ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ. ഇവിടെ ഹൊറിസോണലായിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ എക്സ് ആക്സിൽ ഇങ്ങനെ വാല്യൂ വൈ ആക്സിലും ചേഞ്ച് ആവുന്നുണ്ട്. ഈ ഇമേജിന്റെ പൊസിഷനാണ് അത്. ഈ ഇമേജ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ വൈ ആക്സ് എത്ര ഡിസ്റ്റൻസിലാണ് മൂവ് ചെയ്യുന്നത് എന്നുള്ള പൊസിഷനാണ്. അത് നിങ്ങൾക്ക് ഫിക്സ്ഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ അടിച്ചു കൊടുക്കുക, എത്ര ഡിസ്റ്റൻസിലാണ് വേണ്ടത് എന്നുള്ളത് വൈ ആക്സിലും എക്സ് ആക്സിലും. അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഈ ഒരു ഇമേജിന്റെ വിഡ്ത്തും ഹൈറ്റും എനിക്ക് ഒരു ഫിക്സ്ഡ് വിഡ്ത്തും ഹൈറ്റും 150 വിഡ്ത്തും 150 ഹൈറ്റും ആയിട്ട് എനിക്ക് ഈ ഇമേജ് വേണമെന്നുണ്ടെങ്കിൽ ഫിക്സ്ഡ് വിഡ്ത്തും ഹൈറ്റും കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാവുന്നതാണ്. ഇവിടെ വിഡ്ത്ത് എന്നുള്ള ഓപ്ഷനിൽ ഇവിടെ മുകളിൽ 150 എന്ന് കൊടുക്കുക, ഹൈറ്റും 150 എന്ന് കൊടുക്കുക. എന്നിട്ട് ഫ്രീ ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യാം. എൻ്റർ അടിക്കുക, എന്തെങ്കിലും ജസ്റ്റ് ചെയ്യുക. എൻ്റർ അടിക്കുക അല്ലെങ്കിൽ ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ആ സൈസിലുള്ള ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. കൺട്രോൾ ടി അടിക്കുക കേട്ടോ. ഫിക്സ്ഡ് വിഡ്ത്ത് ഹൈറ്റും കൊടുക്കണമെങ്കിൽ കൊടുക്കുക. ഏത് ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ടൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒരു ഇമേജിന്റെ സൈസ് കുറയ്ക്കുക. കൺട്രോൾ ടി അടിക്കുക, ഷിഫ്റ്റ് ഓൾട്ടും പ്രസ് ചെയ്യുക, പ്രൊപ്പോർഷണാലിറ്റി സൈസ് കുറയ്ക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയാനുള്ളത്
പിവോട്ട് പോയിന്റിനെ കുറിച്ചാണ്. കൺട്രോൾ ടി അടിക്കുക. ഈ സെന്റർ ബേസ് ചെയ്തിട്ടാണ് ഈ പിവോട്ട് പോയിന്റ് ഉള്ളത്. ഈ പിവോട്ട് പോയിന്റ് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഒരു സൈഡിലോട്ട് കൊണ്ടുവരിക. ഇവിടെ സൈഡിലോട്ട് കൊണ്ടുവന്നു. എന്നിട്ട് ഞാൻ ഉണ്ടല്ലേ ഈ പിവോട്ട് പോയിന്റിന്റെ അടുത്ത് മൗസിന്റെ കേസർ കൊണ്ടുപോയി റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഈ പോയിന്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും റൊട്ടേറ്റ് ആവുക. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യാം. ഉണ്ടല്ലേ ആ പോയിന്റ് എവിടെയാണുള്ളത് അതിനെ ബേസ് ചെയ്തിട്ട് ആയിരിക്കും റൊട്ടേഷൻ ഉള്ളത്. ഇനിയിപ്പോൾ ഇതിന്റെ സൈസ് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് സൈസ് കൂട്ടുകയാണെങ്കിൽ ആ പോയിന്റിന് അവിടെ ഫിക്സ്ഡ് ആയിരിക്കും. ഷിഫ്റ്റും ഓൾട്ടും പ്രസ് ചെയ്തിട്ട് സൈസ് കൂട്ടുക. ജസ്റ്റ് ഒന്ന് കൂട്ടി വെക്കുക. കണ്ടില്ലേ പ്രൊപ്പോർഷനേറ്റ് അല്ല, ആ ഒരു പോയിന്റ് ആ സൈഡിലായതുകൊണ്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇങ്ങനെ സൈസ് കുറയുന്നതും ഷിഫ്റ്റ് ഓൾട്ടും പ്രസ് ചെയ്തിട്ടും. ഓക്കെ, അതാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഈ ഒരു പോയിന്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഫ്രീ ട്രാൻസ്ഫോമിന്റെ അപ്ലൈ ആവുന്നത്, സ്കെയിലും റൊട്ടേഷനും കാര്യങ്ങളൊക്കെ. ഈ പോയിന്റ് ഈ ഇമേജിന്റെ സെന്ററിൽ തന്നെ കൊണ്ടുവെക്കുക കേട്ടോ. അപ്ലൈ ചെയ്യാൻ എൻ്റർ അടിക്കുക. ഓക്കെ, കൺട്രോൾ ടി അടിക്കുക. ഈ ഒരു ഒബ്ജക്റ്റിനെ ഫ്രീ ട്രാൻസ്ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ ടി അടിക്കുക. ഒബ്ജക്റ്റിന്റെ ലെയർ സെലക്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഫ്രീ ട്രാൻസ്ഫോം എന്താണെന്നുള്ള ജസ്റ്റ് ഐഡിയ കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. സ്കെയിൽ ആൻഡ് റൊട്ടേഷൻ ആണ് യൂസ് ചെയ്യുക. സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിന്റെ സൈസ് കൂട്ടുക കുറക്കുക, റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ റൊട്ടേഷൻ ചെയ്യാൻ. ഓക്കെ, അത്രയും മനസ്സിലാക്കി വെക്കുക. ഒരുപാട് ഓപ്ഷൻ വേറെ ഉണ്ട്. ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇതൊക്കെ ഫ്രീ ട്രാൻസ്ഫോമിന്റെ ഓപ്ഷൻസ് ആണ്. സ്ക്യൂ, ഡിസ്റ്റോഷൻ, പെർസ്പെക്റ്റീവ്, റാപ്പ് ഒക്കെ. അല്ലെങ്കിൽ എഡിറ്റ് മെനുവിൽ ട്രാൻസ്ഫോം എന്നുള്ള ഓപ്ഷനിൽ ഇതൊക്കെ ഫ്രീ ട്രാൻസ്ഫോമിന്റെ ഓപ്ഷൻ. അതൊക്കെ പിന്നീട് പറയും. ജസ്റ്റ് ഒരു ബേസിന് വേണ്ടിയിട്ട് ഇത്രയും കാര്യം അറിഞ്ഞിരിക്കുക. ഓക്കെ, ഈ സെലക്ഷൻ ഒഴിവാക്കാൻ എൻ്റർ അടിക്കുക കേട്ടോ. ഏത് ഓപ്ഷൻ ഏതാണ് ഈസി ആയിട്ടുള്ളത് എൻ്റർ അടിക്കുക, അല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്യാം. ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. ഇനി ഇവിടെ ഷോ ട്രാൻസ്ഫോം കൺട്രോൾസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ടിക്ക് ഇട്ടാലും ഫ്രീ ട്രാൻസ്ഫോം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. സൈസ് കൂട്ടിയ കുറക്കൊക്കെ ചെയ്യാം. പക്ഷേ ആവശ്യം കഴിഞ്ഞതിന് ശേഷം ഈ ഫ്രീ ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുക. ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഈ സെലക്ഷൻ ഇവിടെ ഇങ്ങനെ കാണിക്കും. അത് പോകണം എന്നുണ്ടെങ്കിൽ ഈ ടിക്ക് മാർക്ക് ഒഴിവാക്കണം, എന്നാലേ പോവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അടുത്ത വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതിൽ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യം കഴിഞ്ഞാൽ ഇത് ഓഫാക്കി കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് അടുത്ത വർക്ക് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടായിട്ട് ഉണ്ടാവും ആ ഒരു സെലക്ഷനും കാര്യങ്ങളൊക്കെ. ഓക്കെ, അത്രയും കാര്യം ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അതാണ് ഫ്രീ ട്രാൻസ്ഫോം. സ്കെയിൽ ആൻഡ് റൊട്ടേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയാണ് പറയാനുള്ളത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ലാസോ ടൂളിനെ കുറിച്ച് പറയാം. എന്താണ് ലാസോ ടൂൾ? ഇവിടെ കാണുന്ന ലാസോ ടൂൾ ഒരു ഇമേജ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.